ബാംഗ്ലൂരിൽ ഈ വലിയൊരു ക്രൗഡിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ ക്രൗഡ് കാണാത്തത് എല്ലാവരും ഉള്ളിൽ പോയിരിക്കുകയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് സുധീഷക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇന്ത്യൻ 2 കണ്ടിട്ട് വേഗം വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുധീഷിൻ്റെ കൂടെ ഞാൻ നമ്മുടെ വീക്ക്ലി പിക്കിൽ ഇന്ത്യൻ 2ൻ്റെ റിവ്യൂവുമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കേണ്ടതാ, വേഗം പോവാം. സിനിമ കണ്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ക്രൗഡാണ്. ക്രൗഡിൻ്റെ ഇറക്കി നിന്ന് ഞങ്ങൾക്ക് പുറത്ത് വരാമെന്ന് പറഞ്ഞത് ഇത്രയും നല്ല കഷ്ടമായിരുന്നു. കമൽഹാസൻ്റെ ഒരുപാട് രൂപങ്ങളാണല്ലേ സുധി കാണാൻ പറ്റിയത്. എത്രയുണ്ട് നിങ്ങൾ പോയി കാണണം, ഞാൻ പറയില്ല. അതെ, ഇനി ഇതിന് കൂടുതലുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോയിട്ട് ഒന്ന് ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ചധികം തിരക്കിലാണ്. സോ വിൽ വാച്ച് ദെയർ. ഓക്കെ, ബൈ. കാലത്തെണിച്ച് ഞങ്ങൾ എവിടെയാ പോയേ? സിനിമയൊക്കെ കണ്ട് ഇന്ത്യൻ 2 ഒക്കെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്, കണ്ട് നേരത്തെ എണീറ്റേറെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇറ്റ് വാസ് ആൻ ആവറേജ് മൂവി ഫോർ മീ പേഴ്സണലി. ഒരു കമൽഹാസൻ ഫാൻ എന്ന നിലയിൽ നമുക്ക് എന്തും പറയാം. ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി ഒരു ആവറേജ് മൂവി. ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ദർ വുഡ് ബി സംതിങ് യു വുഡ് ഹാവ് മിസ്ഡ് ഇൻ ഇന്ത്യൻ 2 എന്നുള്ള കാര്യങ്ങൾ. കുറേ ടെക്നീഷ്യൻസ് ഐ വുഡ് സേ ആൻഡ് കുറേ ആൾക്കാർ അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. വാട്ട് ഡു യു ഹാവ് ടു സേ? യെസ്, ലോട്ട് ഓഫ് റിവ്യൂസ് ഞാനിപ്പോൾ കണ്ടു. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് നന്നായി വർക്കൗട്ടായി. ബിക്കോസ് ഈ മൂവിയിൽ എല്ലാം ഉണ്ട്. ബിക്കോസ് ഇന്ത്യൻ ആദ്യത്തെ വേർഷൻ നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ റിയലി എ ഹ്യൂജ് ഫാൻ ഓഫ് കമൽഹാസൻ യു വിൽ എൻജോയ് ദ മൂവി. ബിക്കോസ് ഇത് നല്ലോണം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഒരു സീക്വൽ ആയിരുന്നു. ആൻഡ് ഇറ്റ് ഇസ് റിയലി കം ഔട്ട് വെൽ. ഇറ്റ് ഇസ് റിയലി വർക്ക് ഫോർ മീ. ബിക്കോസ് ക്ലൈമാക്സ് അടിപൊളി. ഗെറ്റപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കമൽഹാസൻ വേഷങ്ങളാണ് ഡിഫറെന്റ് ഷെയ്ഡ്സിലാണ്. നല്ല ഗെറ്റപ്പാണ് കേട്ടോ. ഓരോരോ ക്യാരക്ടർ നല്ല വെൽ ഡിഫൈൻഡ് ആണ്. പിന്നെ മൂന്നാമത് മ്യൂസിക്, അനിരുദ്ധിൻ്റെ BGM എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻട്രി വി ഹാവ് ടു സേ അതിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ശങ്കർ എന്ന് പറഞ്ഞ ഡയറക്ടർ. കാരണം AR റഹ്മാൻ്റെ ആ ഒരു സമയത്ത് ഇന്ത്യനിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ എൻട്രി, ക്ലാസിക് എൻട്രി, അതേ എൻട്രി തന്നെയായിരുന്നു ഈ ഒരു സിനിമയിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു മാറ്റവും കൊടുത്തിട്ടില്ല. പക്ഷേ അനിരുദ്ധിൻ്റെ പുതിയ പാട്ടുകൾ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കേൾക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ലോട്ട് ഓഫ് ആക്ടേഴ്സ് ഉണ്ട് ആൻഡ് എവരിബഡി ഈസ് ലൈക്ക് ഐ തിങ്ക് ഇപ്പോൾ സിദ്ധാർത്ഥ് ആയാലും റകുൽ പ്രീത് ആയാലും ഇവരൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെ ഒക്കെ വേഷം അടിപൊളിയാണ്. പക്ഷേ എസ്പെഷ്യലി ഐ വുഡ് സേ ആസ് എ മല്ലു നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു ആക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന മൂവി എന്നുള്ള ഒരു പുറത്തിറങ്ങുന്ന അവസാന മൂവി എന്നുള്ളൊരു രീതിയിൽ നെടുമുടി വേണു സാറിനെ ഈ നിമിഷത്തിൽ ഓർക്കാണ്. അത്രയും നല്ലൊരു വേഷമാണ് ഈ ഒരു സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം സീരിയസ് ആയിട്ട് നമുക്ക് പഞ്ച് ലൈൻസ് ഒക്കെ എടുക്കുന്ന ചില റോൾസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു റോളാണ് ത്രൂ ഔട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ ആയാലും എല്ലാ ഒരു കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പതിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, പിന്നെ മെയിനായിട്ട് മൂവി കണ്ട ശേഷം പ്ലീസ് ഡു നോട്ട് കമ്പയർ. ബിക്കോസ് ശങ്കർ സാറിൻ്റെ ഓരോരോ മൂവിയും റോബോ ആവട്ടെ, നമ്മുടെ എന്താ പറയാ ആയിക്കോട്ടെ, ശിവാജി ആയിക്കോട്ടെ, പഴയ സിനിമ ഒന്നും കമ്പയർ ചെയ്യല. ഇതൊരു യുണീക്ക് ആയിട്ടുണ്ട്. മേ ബി യെസ്, ഐ തിങ്ക് ഇറ്റ് ഇസ് മോർ ഓഫ് ട്രൈഡ് ടു ഇപ്പോഴത്തെ ഒരു പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി അവിടേക്ക് എത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സേ നോ. പക്ഷെ എന്നാലും ഹി ഹാവ് ട്രൈഡ് എ ലോട്ട്. കാരണം നമ്മൾ ഈ ഒരു സിനിമയിൽ കുറേ കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ഫസ്റ്റ് പാർട്ട് ഇതിൽ ഡിറക്ടോറിയലിൽ സുജാത എന്ന് പറഞ്ഞ ഒരു ആൾ കൂടി ഷീ ഓൾസോ ഹാവ് ഹെൽപ്ഡ് ഹിം ഫോർ ദ ഡിറക്ടോറിയൽ ആൻഡ് സ്ക്രീൻ പ്ലേയിലും. അപ്പോൾ സ്ക്രീൻ പ്ലേയിൽ ഏതൊരു ലോകം ആസ് യു ടോൾഡ് മീ ബിഫോർ വി വർ ടോക്കിംഗ്, ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഒന്നുകൂടിയും ഒരു ലാഗിങ് ആയിട്ട് തോന്നിയത്. സെക്കൻഡ് ഹാഫ് വാസ് സൂപ്പർ. ഇറ്റ് വാസ് സോ നൈസ്. അതിൽ ഏറ്റവും സ്പെഷ്യലി ഞങ്ങൾ എല്ലാവരും കൈയടിച്ചൊരു ലാസ്റ്റത്തെ VFXും ഒക്കെ കൂടി എല്ലാം ലാസ്റ്റിലൊരു ക്ലൈമാക്സ് സീൻ ഉണ്ട്. ഞാൻ മൂവി കഴിഞ്ഞു എന്ന് ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴേക്കാണ് പിന്നെ അടുത്ത ഒരു സീക്വലിന്റെ ഒരു റിവീലിംഗ് ഉണ്ട്. ഞങ്ങൾ കുറെ ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു സുധീരെടുത്ത് വെയിറ്റ് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ച് ഒരുപാട് ആൾക്കാർ തിരിച്ചു കയറി നമ്മൾ നിന്നിട്ടാണ് കണ്ടത്. മെയിനായിട്ട് യു വിൽ എൻജോയ് കമൽഹാസൻ സർ. ബിക്കോസ് അയാളുടെ ആക്ടിങ്ങിനെ പറ്റി ഞങ്ങൾക്കൊന്നും പറയാൻ സാധിക്കില്ല. ഹി ഹാസ് ഡൺ ബ്യൂട്ടിഫുൾ ജോബ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ്. പിന്നെ രണ്ടാമത് മെയിനായിട്ട് അനിരുദ്ധിൻ്റെ മ്യൂസിക്. യെസ്, ഓഫ് കോഴ്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമുക്ക് അനിരുദ്ധിന്റെ മ്യൂസിക്സ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ക്ലാസിക് എൻട്രീനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് സെപ്പറേറ്റ് ഉള്ള ഒരു കാര്യമുണ്ട്. ആൻഡ് ഐ വുഡ് സേ നമുക്ക് വിവേക് എന്ന് പറഞ്ഞൊരു ആക്ടർ, അദ്ദേഹം 2021 ഈ നമ്മുടെ അടുത്തുനിന്ന് പോയതാണ്. പക്ഷെ എന്നാലും
ത്രൂ ഔട്ട് ദ മൂവി ഹി വാസ് വിത്ത് കമൽ ഹാസൻ. Yeah. ക്ലൈമാക്സിലൊക്കെ കമൽ സാറിൻ്റെ ഒക്കെ ഒരു ലാസ്റ്റ് പോർഷൻ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ ആൻഡ് ഈക്വലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമൽ സാറിനെ ഈ ഒരു മൂവിയിൽ. ഇനിയും ശ്രദ്ധിക്കുകയാണെങ്കിൽ ദശാവതാരം അതിൽ കമല സാറിനെ കാണുന്ന പോലെയൊന്നും ഇല്ല ഇതില്. പക്ഷെ എന്നാലും ഇതിൽ എല്ലാ ക്യാരക്ടറും നല്ല ഡിഫൈൻ ആയിട്ട് ഒരു 7-8 റോള് ഞാനങ്ങനെ എണ്ണിയപ്പോൾ ഒരു 7-8 റോളാണെന്നാണ് തോന്നുന്നത്. ഒരു 7-8 റോളൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ കണ്ട പോലെ തന്നെ ഡിഫറെൻറ്റ് റോൾസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു പഴയ കമൽ ഹാസനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ ശങ്കർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംവോട്ട് വി വുഡ് സേ യെസ്. പക്ഷേ എന്നാലും ഫസ്റ്റ് ഹാഫിന്റെ ഒരു ലാഗിങ് കുറച്ച് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ശങ്കർ സാറിന്റെ മൂവി കമ്പയർ ചെയ്യാൻ തുടങ്ങി നമുക്ക് ആൻഡ് ഓൾസോ മെയിൻ ആയിട്ട് നല്ലൊരു മെസ്സേജ് ഉണ്ട്, സോഷ്യൽ മെസ്സേജ് ആണ്, കറപ്ഷനെ പറ്റിയിട്ടൊക്കെയാണ് മൂവി. ഇറ്റ്സ് ഓൾ അബൌട്ട്. സോ എന്തായാലും ആ VFXും ആ ഒരു എഫക്ട്സും ഒക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും എവിടെ പോയി കാണണം? തിയേറ്ററിൽ പോയി കാണണം. കണ്ടിട്ട് അഭിപ്രായങ്ങൾ നമ്മളെയും അറിയിക്കുക. അതെ, പിന്നെ മറക്കാതെ റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് അടുത്ത സിനിമയായി ഞങ്ങൾ വരും. അതുവരേക്കും എന്താ ബൈ. നമുക്കിന്ന് പെട്ടെന്ന് പോകണ്ടേ? സമയം നേരത്തെ പോയത്. ബൈ.